എന്തേ ഇന്നും വന്നീല എന്നോടൊന്നും ചൊല്ലീല അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ. ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ മാത്സും റീസണിങ്ങും വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് ഇയറിൽ ഭയങ്കര അഡ്വാൻറ്റേജ്. കറക്റ്റായിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുന്നത് പഠിത്തത്തിന് മാത്രമല്ല, നല്ല ഒരുപാട് ഫൺ മൊമെൻറ്റ്സ് ആയാലും പിന്നീട് ലൈഫിൽ ഓർക്കാൻ ഒരുപാട് നല്ല മൊമെൻറ്റ്സും ദിശയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് കുറച്ച് നല്ലോണം ഉള്ള സിലബസ് ആയിട്ടുള്ള എക്സാം ഏതാണോ അത് നോക്കി അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലതാണ്. ഇന്ത്യൻ റെയിൽവേയിലേക്ക് ട്രെയിൻ ഓടിക്കാനായിട്ട് ദിശ അക്കാഡമിയിൽ നിന്ന് ഒരു ചുണക്കുട്ടിയെ പരിചയപ്പെടുത്താനാണ് ഇന്നത്തെ സക്സസ് പോയിന്റുമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ആരാണെന്നും മറ്റ് ഡീറ്റെയിൽസിലേക്കും ഒക്കെ കിടക്കാം. ALP എക്സാം ക്ലിയർ ചെയ്ത നമ്മുടെ ദിശ അക്കാഡമിയുടെ തന്നെ സ്വന്തം സ്റ്റുഡൻ്റായ ഹരിശങ്കറിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഹരിശങ്കർ ഒന്ന് പറയാമോ? എൻ്റെ പേര് ഹരിശങ്കർ. എൻ്റെ സ്ഥലം കുളക്കടയാണ് സ്ഥലം. വീട്ടിൽ അച്ഛൻ, അമ്മ, പിന്നെ ഒരു സിസ്റ്ററുണ്ട്. നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു ALP എക്സാം എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ കുറേ പേര് ട്രെയിൻ ഒരു ലോക്കോ പൈലറ്റ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഹരിയും അങ്ങനെ ആഗ്രഹിച്ച് വന്ന ഒരാളാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഹരിയുടെ ഈ ഒരു എക്സാമിലേക്ക് വന്നതും അല്ലെങ്കിൽ ഈ ഒരു ലോക്കോ പൈലറ്റ് ആവണം എന്നുള്ള ആഗ്രഹമൊക്കെ ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നതാണോ? അതൊക്കെ ഒന്ന് പറയാമോ? റെയിൽവേയോട്ടൊരു ഇഷ്ടം ചെറിയ പ്രായത്തിലേ ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ ഓടിക്കുക എന്ന അതും പാഷനായിരുന്നു. എങ്കിലും റെയിൽവേ ആയിട്ടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു. പുതിയ ഇപ്പോൾ വരുന്ന അപ്ഡേഷൻസും പുതിയ ട്രെയിൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാറുണ്ട്. ലോക്കോ പൈലറ്റ് ആയിരുന്നു ആഗ്രഹം, അതോ സ്റ്റേഷൻ മാസ്റ്ററോ അങ്ങനെയുള്ള റെയിൽവേയിൽ ഒരു പാഷൻ പോലെ ഉണ്ടായിരുന്നു നേരത്തെ തന്നെ. ഹരി പഠിച്ചത് ബിടെക് അല്ലേ? അതെ, ബിടെക് ആയിരുന്നു ഞാൻ പഠിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ എഞ്ചിനീയറിംഗ് ഫീൽഡ് താല്പര്യം ഉണ്ടായിരുന്നു. പാരലായിട്ട് തന്നെ ജെയ്ക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു, LPക്കും പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇഷ്ടത്തോടു കൂടി വന്ന ജോലിയാണ് റെയിൽവേയിലെ ഈ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഈ റെയിൽവേയിലെ ഈ ഒരു അവസരങ്ങളെ പറ്റിയൊക്കെ അറിയാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, അതൊക്കെ ഒന്ന് പറയാമോ? നേരത്തെ തന്നെ ഞാൻ ഫോളോ ചെയ്യാറുണ്ടായിരുന്നു എല്ലാം അപ്ഡേഷൻസ്. റെയിൽവേ എക്സാംസിനെ കുറിച്ചൊക്കെ നേരത്തെ അറിയായിരുന്നു. അപ്പം ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്നപ്പോൾ ഇത് പെർഫെക്റ്റ് ഒരു എക്സാം ആണെന്ന് എനിക്ക് LPക്ക് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ തോന്നിയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി പഠിക്കാമെന്ന് ആ എക്സാം അപ്ലൈ ചെയ്തപ്പോൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മുടെ ദിശയിലേക്ക് വന്നതും നിങ്ങളൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ടായിരുന്നല്ലോ, പിന്നീട് അല്ലെങ്കിൽ നമ്മുടെ നിരഞ്ജന ഒക്കെ നിങ്ങൾ വൈകുന്നേരം ഒക്കെ ഇരുന്ന് പഠിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മുടെ ദിശ അക്കാഡമിയിലേക്ക് എത്തിയത്, അതൊന്ന് പറയാം. ദിശ അക്കാഡമിയിലേക്ക് എത്തിയെന്ന് പറഞ്ഞാൽ ആദ്യം എക്സാം അപ്ലൈ ചെയ്തതിന് ശേഷമാണ് നമുക്ക് കോച്ചിങ്ങിന് പോയി പഠിക്കാമെന്നൊരു ഡിസിഷൻ എടുത്തത്. അപ്പം കുറച്ച് അക്കാഡമിയിലൊക്കെ നമ്മൾ വിളിച്ചു. അപ്പം ദിശ അക്കാഡമിയിൽ വിളിച്ചപ്പം ഗീതു മിസ്സുമായിട്ടാണ് സംസാരിച്ചത്. അപ്പം എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് തന്നെയായിരുന്നു ഒരു സ്ട്രൈക്കിംഗ് പോയിന്റ്. അന്ന് ഒരു റെയിൽവേ ഒരു ചെറിയൊരു കലണ്ടർ പോലെ ഇറക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ സമയത്ത്. അപ്പോൾ അതിനകത്ത് അതുപോലൊന്നും നടന്നില്ലെങ്കിലും അതിനകത്ത് അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു ജൂൺ ജൂലൈ സമയത്തേക്ക് CVT 1 കാണും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഫെബ്രുവരിയിലാണ് ഇതിന് ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ കുറച്ച് ടൈമേ ഉള്ളൂ. അപ്പോൾ ആ കുറച്ച് ടൈമിൽ മാക്സിമം ക്ലാസ് കിട്ടണമെങ്കിൽ വീക്കിൽ എല്ലാ ദിവസവും ക്ലാസ് ഉള്ളത് നല്ലതായിരിക്കും എന്ന് തോന്നിയായിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ ഉടനെ പിന്നെ വേറെ ഒന്നും ചിന്തിച്ചിട്ടില്ല. പിന്നെ ദിശ അക്കാഡമി പിറ്റേന്ന് തന്നെ വന്ന് അഡ്മിഷൻ എടുത്തു. അതിൻ്റെ പിറ്റേന്ന് തന്നെ ക്ലാസ്സിനും ജോയിൻ ചെയ്തു. അന്ന് ഓൾറെഡി ഫെബ്രുവരി ബാച്ചിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ അത് കുഴപ്പമില്ല, എന്നോട് അന്ന് മാർച്ച് ബാച്ചിലോട്ട് ഇരിക്കാമെന്നാണ് പറഞ്ഞത്. കുറച്ച് ക്ലാസ് പോയല്ലോ ഫെബ്രുവരിയിൽ. പക്ഷെ അത് കുഴപ്പമില്ല, അതിന് പിറ്റേന്ന് തന്നെ ഞാൻ വന്ന് ജോയിൻ ചെയ്യായിരുന്നു. 2024 ഫെബ്രുവരി. അതായത് 1.5 വർഷത്തോളമേ നമുക്ക് ആയിട്ടുള്ളൂ എക്സാം ക്ലിയർ ചെയ്യാൻ. 1 വർഷമേ എടുത്തുള്ളൂ എക്സാം ക്ലിയർ ചെയ്യാനായിട്ട്. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. എങ്ങനെയായിരുന്നു പ്രിപ്പയർ ചെയ്ത രീതികളൊക്കെ ഒന്ന് പറയാം? പ്രിപ്പയർ സാർ നേരത്തെ പറഞ്ഞതിലോട്ട് ഫ്രണ്ട്സുമായിട്ടിരുന്നുള്ള പ്രിപ്പറേഷൻ വളരെ നല്ല പ്രിപ്പറേഷൻ ഉണ്ടായിരുന്നു. അതൊരു മെയിൻ ഫാക്ടർ തന്നെ ആയിരുന്നു. പതുക്കെയാണ് ഗ്രൂപ്പ് ഫോം ചെയ്തത്. അവിടെ വന്ന് നിഖിലുമായിട്ട് നേരത്തെ അറിയായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ പതുക്കെ ബാച്ചായി വന്ന ശേഷം ഞങ്ങൾ പിന്നെ ആ സെയിം മൈൻഡ് സെറ്റ് ഉള്ള ഒരു ഫ്രണ്ട്സിനെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. അത് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സാർ പറഞ്ഞതിലോട്ട്. എന്നെ വന്നപ്പോഴേ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. അത് വെച്ചാണ്. ഓക്കെ, അത് ഞാൻ ഇപ്പോൾ അത് തന്നെ പറയുന്നത്, ഒരു നല്ല ഗ്രൂപ്പിനെ കിട്ടി എന്നുള്ളത് ഒരു വലിയ ലക്കാണ്. അപ്പോൾ ഒരു നല്ല ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എപ്പോഴും ആ ഒരു കമ്പൈൻ സ്റ്റഡിയും കാര്യങ്ങളും എല്ലാം. കമ്പൈൻ സ്റ്റഡി നിങ്ങൾ നല്ലപോലെ യൂസ് ചെയ്തിട്ടില്ലേ? ഉണ്ട്. പ്രത്യേകിച്ച് സയൻസിനൊക്കെയാണ് നിങ്ങൾ കമ്പൈൻ സ്റ്റഡി നല്ലപോലെ യൂസ് ചെയ്തിട്ടുള്ളത്. അക്കാഡമിയിലും വളരെ നല്ല സയൻസ് ക്ലാസ്സസ് ആയിരുന്നു. അപ്പം നല്ലോണം സയൻസ് സിലബസ് കവർ ചെയ്ത് എങ്ങനെയാണ് അതൊന്ന് പറ. ആ രീതികൾ സിലബസ് ഫുൾ അക്കാഡമിക് തന്നെ ഫുൾ ക്ലാസ്സസ് സിലബസ് കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്സ് ആയാലും റീസണിങ് ആയാലും. ഇപ്പോൾ മാത്സ് അതുല്യ മിസ്സും ഗ്രീഷ്മ മിസ്സുമാണ് മാത്സ് എടുത്തിട്ടുള്ളത്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു രണ്ടുപേരും. അപ്പോൾ നമുക്കൊരു ബേസ് ക്ലിയർ ആയി തന്നെ
ബാക്കി പിന്നെ അതിൽ നിന്ന് പിന്നെ നമ്മുടെ ഉത്തരവാദിത്തമാണ് എങ്ങനെ അതിൽ നിന്ന്. അപ്പം രാവിലെ ക്ലാസ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് മാക്സിമം ആ ടോപ്പിക്കിൽ നിന്ന് മാക്സിമം ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുക. അതായിരുന്നു ഞാൻ മാത്സിന് ഫോളോ ചെയ്തുകൊണ്ടിരുന്നത്. രാവിലത്തെ മാത്സിൻ്റെ ക്ലാസ് കഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞുള്ള ടൈം മാക്സിമം ആ രാവിലത്തെ ടോപ്പിക്കിൻ്റെ മാക്സിമം ക്വസ്റ്റ്യൻസ്. അപ്പോൾ അങ്ങനെ ഒരു 1-2 ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ആ ടോപ്പിക്ക് ഒന്ന് സെറ്റ് ആകുമായിരുന്നു മാത്സിൻ്റെ ഇതിൽ. പിന്നെ സയൻസ് ക്ലാസ്സും വളരെ എന്ന് വെച്ചാൽ നമുക്ക് സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇതുപോലെ റെയിൽവേ ബാച്ചാണ്, അപ്പോൾ സയൻസിന് കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ട്, കുറച്ച് നല്ല ക്ലാസ് വേണമെന്ന് സാറിനോട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് കുറെ എന്ന് വെച്ചാൽ കുറച്ച് നല്ലോണം തന്നെ സയൻസ് ക്ലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഋഷിയ മിസ് ബയോളജി ആയാലും അദീന മിസ് കെമിസ്ട്രി, പിന്നെ നമ്മുടെ ബിബി സാർ ഫിസിക്സ്, എല്ലാം വളരെ നല്ല ക്ലാസ് ആയിരുന്നു. എന്ന് വെച്ചാൽ ആ ഒരു ടോപ്പിക്ക് നമുക്ക് പിന്നെ എക്സ്ട്രാ തിയറി പഠിക്കാൻ വേണ്ടി അധികം ബുക്സ് റെഫർ ചെയ്യേണ്ടതോ അങ്ങനെയൊന്നും വന്നിട്ടില്ല. ക്ലാസ്സുകളിൽ നിന്ന് തന്നെ തിയറീസ് ഫുള്ള് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കമ്പൈൻ സ്റ്റഡി, അപ്പോൾ ക്ലാസ് കഴിയുമ്പോൾ ഞങ്ങൾ കമ്പൈൻ സ്റ്റഡിയിൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങളത് ആ ടോപ്പിക്ക് പഠിക്കും. അപ്പം ചിലപ്പോൾ ഞങ്ങൾ ക്ലാസ്സിനെക്കാട്ടി മുന്നേ ആ ടോപ്പിക്ക് കവർ ചെയ്യും. അപ്പം ക്ലാസ്സിലെ ടോപ്പിക്ക് ഒരു റിവിഷൻ പോലെ നമുക്ക് ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഫുൾ ആ ഒരു ടോപ്പിക്ക് തറവായിരുന്നു. നേരെ മറ്റേത് തിരിച്ചു, ഇപ്പോൾ ക്ലാസ്സിലാണ് ആദ്യം ക്ലാസ് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കമ്പൈൻ സ്റ്റഡി കഴിയുമ്പോഴത്തേക്ക് ആ ഒരു തിയറി കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവുമായിരുന്നു. പിന്നെ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ആ തിയറി സെറ്റ് ആയതിനു ശേഷം ഞങ്ങൾ ബിഗിനേഴ്സ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുമായിരുന്നല്ലോ. ബിഗിനേഴ്സ് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അതും മാത്സിന്റെ ഒരു വർക്കൗട്ടിലായിരുന്നു അതൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഈ ബേസിക്കലി ഉച്ച കഴിഞ്ഞ് ഞാൻ പറഞ്ഞതിലൂടെ ടോപ്പിക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഞാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. പിന്നെ ബിഗിനേഴ്സിൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ വർക്കൗട്ട് ചെയ്യുന്നു. പിന്നെ നമുക്ക് വർക്കൗട്ട് സെക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ടോപ്പിക്ക് തലേന്നേ വാട്സപ്പ് ഗ്രൂപ്പ് ഇടും. അപ്പോൾ നമ്മളൊരു എക്സാമിൽ എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ ആ ടോപ്പിക്ക് പഠിച്ചിട്ട് വന്ന് ആ വർക്കൗട്ട് സെക്ഷൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. അപ്പം ആ ഒരു ടോപ്പിക്ക് നമ്മൾ അറിയാതെ തന്നെ ഇതെല്ലാം കവറായി പോവുക ചെയ്യുന്ന ഓട്ടോമാറ്റിക്കായിട്ട്. പിന്നെ എക്സാം അടുപ്പിച്ച് തുടങ്ങിയ റെയിൽവേ ഫോക്കസ് ബാച്ച് തുടങ്ങുന്നുണ്ട്, അതിലെ മാത്സ്. ഇങ്ങനെയാണ് മാത്സിന്റെ ആ ഒരു പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ വീട്ടിൽ പോയി അങ്ങനെ പഠിച്ചിട്ടില്ല. പിന്നെ വീട്ടിൽ പോയി എന്നും ഒരു മോക്ക് ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ മാത്സ് പഠിക്കാതിരുന്നാലും ഈ മോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായി അത് റിഫ്രഷ് ആയി പോകും നമ്മുടെ ടോപ്പിക്സ് എല്ലാം. അപ്പോൾ ചിലപ്പോൾ നമ്മൾ 2 മാസം മുന്നേ ആയിരിക്കും ആ ടോപ്പിക്ക് പഠിച്ചതും അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. പക്ഷേ ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇത് ടെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അറിയാതെ ടോപ്പിക്ക് റിഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് മാത്സിൻ്റെ പഠിച്ചത്. മാത്സ് ആയാലും റീസണിങ് ആയാലും അങ്ങനെയാണ് പഠിച്ചത്. സയൻസ് നമ്മുടെ കമ്പൈൻ സ്റ്റഡി ക്ലാസ്. പിന്നെ കുറച്ച് ടോപ്പിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് അങ്ങനത്തെ ടോപ്പിക് ഉണ്ടായിരുന്നു. നമ്മുടെ അത് ഈവനിങ് സെക്ഷൻസ് ഒക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. കറണ്ട് അഫയേഴ്സ്, അതെ. പിന്നെ നിത്യ മിസ്സിന്റെയും ഗീത മിസ്സിന്റെയും ഒക്കെ ഈവനിങ്ങിന് സ്പെഷ്യലായിട്ട് നമുക്കൊരു നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. പിന്നെ സാർ പറഞ്ഞതിൻ്റെ കൂടി ഞങ്ങളൊരു രാത്രി ഒരു എക്സാം ടൈമിലൊക്കെ രാത്രി നൈറ്റൊക്കെ ഇരുന്ന് പഠിക്കുമായിരുന്നു. അപ്പം ആ സമയത്തൊക്കെ കൂടുതലും ഞങ്ങൾ കറണ്ട് അഫയേഴ്സ് എല്ലാവരും കൂടി ഇരുന്ന് പഠിക്കുമ്പോൾ കറണ്ട് അഫയേഴ്സ് ഏറ്റവും എക്സാം ടൈമിൽ അതാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. അതുവരെ കറണ്ട് അഫയേഴ്സ് അങ്ങനെ പഠിക്കാതിരുന്നു. കുറച്ച് മാർക്കേ ഉള്ളായിരുന്നു. പക്ഷെ അതങ്ങോട്ട് വിട്ട് കളയാനും പറ്റില്ല, നമുക്ക് ആ മാർക്കും വേണമല്ലോ. ആ സമയത്ത് കറണ്ട് അഫയേഴ്സ് നല്ലോണം എല്ലാവരും ഇരുന്ന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ചിലപ്പം ഓരോരുത്തർ ഓരോ മാസത്തെ നോക്കിയിട്ട് വരുമായിരുന്നു. എന്നിട്ട് നമ്മൾ എല്ലാവരും ഇരുന്ന് അത് ഡിസ്കസ് ചെയ്യുമായിരുന്നു. അത് ഒരുപാട് എക്സാം പഠിക്കുക എന്ന് പറഞ്ഞ ഒരു ടഫസ്റ്റ് പ്രോസസ് ആണെങ്കിലും ഇതിനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആക്കി മാറ്റിയത് നിങ്ങളുടെ ആ സൗഹൃദവും ആ ഒരുമിച്ചുള്ള ആ ഒരു ഗ്രൂപ്പും. അപ്പൊ നമുക്കതൊരു ബോറിംഗ് അല്ലാത്ത പ്രോസസ് അല്ല, ഒരിക്കലും അല്ല. അതാണ് ഞാൻ പറഞ്ഞത്, കറക്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനെ കിട്ടുന്നത്. ഫ്രണ്ട്സിനെ കിട്ടുന്ന പഠിത്തത്തിന് മാത്രമല്ല, നല്ല ഒരുപാട് ഫൺ മൊമെന്റ്സ് ആയാലും പിന്നീട് ലൈഫിൽ ഓർക്കാൻ ഒരുപാട് നല്ല മൊമെന്റ്സും ദിശയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ടൂറൊക്കെ പോയില്ലേ? അതെ, ഒരു ജേണി പോലെ ആയിരുന്നു എന്ന് പറയാം. അന്ന് അഡ്മിഷൻ എടുത്തപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ഒരു ജേണി പോലെ ആയിരുന്നു. ഒരു ജോലിക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം അതിലേക്ക് വന്നു ചേർന്ന പോലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഇരുന്ന് പഠിക്കാൻ ഒരു അറ്റ്മോസ്ഫിയർ ചോദിച്ചിട്ട് തോന്നിയിട്ടില്ല. എല്ലാം ഒരു ഫ്ലോയിൽ അങ്ങ് പോയതുപോലാണ് എനിക്ക് ഇപ്പം ആലോചിക്കുമ്പോൾ ഫീൽ ചെയ്യുന്നത്. പഠിക്കാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ, പിന്നെ നല്ല ക്ലാസ്സസ് ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല ടീച്ചേഴ്സ്, നമുക്ക് ഡൗട്ട് അതും ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഒരു നല്ല ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. പിന്നെ ഇതെല്ലാം കൂടെ വരുമ്പോൾ പിന്നെ നമ്മുടെ ഹാർഡ് വർക്കും പിന്നെ ആ ഒരു ലക്ക് ഫാക്ടറും കൂടെ വരുമ്പം ജോലിയിലേക്കുള്ളത് ആവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അതെ, തീർച്ചയായിട്ടും. നമ്മൾ നീ പറഞ്ഞതാണ് എല്ലാം കൂടെ ഒത്തുവരിക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. ഏതൊരു മനുഷ്യൻ്റെയും സക്സസിനകത്ത് അത് വലിയൊരു പാർട്ടാണ്. അപ്പം അതിന് ഒരു ദിശയ്ക്കൊരു വലിയ ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഞങ്ങളും അഭിമാനിക്കുന്നു. ഈ പറഞ്ഞതുപോലെ ഈ റെയിൽവേ എക്സാംസ് എന്ന് പറയുമ്പം SSCയും റെയിൽവേയും ഇങ്ങനെയുള്ള എക്സാംസിനെ കുറിച്ച് കുറേ ആളുകൾക്ക് അറിയാമെങ്കിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എങ്ങനെയാണ് പഠിച്ചു തുടങ്ങേണ്ടതെന്നൊക്കെ സംശയങ്ങളുണ്ടായിരിക്കും. അപ്പോൾ സ്റ്റാഫ് സെലക്ഷൻ്റെ എക്സാംസും വല്ലതും എഴുതിയിട്ടുണ്ടോ? ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നു. പിന്നെ CGLന്റെ ടയർ 1 SSC എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ അല്ലേ? ഉണ്ട്. SSC എക്സാം എഴുതിയിട്ടുണ്ട്, റെയിൽവേ എക്സാംസും എഴുതിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു എക്സാം വന്നപ്പോൾ പിന്നെ ഞാൻ വേറൊരു എക്സാമിനോട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ഞാൻ ആദ്യം ചെറുതായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ലോക്ക്ഡൌണിന് ശേഷം കംപ്ലീറ്റ് ആയിട്ട് ഈ എക്സാം
തന്നെ കാരണം അന്ന് NTPC കുറച്ച് മാർക്കിനാണ് അന്ന് ടയർ 2 പോയത്. പിന്നെ എക്സാംസും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ റെയിൽവേയുടെ എക്സാംസും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് PSCയിലോട്ടൊക്കെ പോയി. പിന്നെ ALP വന്നപ്പോഴാണ് തിരിച്ച് റെയിൽവേയിലോട്ട് തിരിച്ചു വരുന്നത്. പിന്നെ വേറെ എക്സാം ALP അപ്ലൈ ചെയ്തപ്പോൾ തന്നെ വേറെ എക്സാം ഇനി നോക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഇത് തന്നെ ഫോക്കസ് ചെയ്യാം, വേറെ സിലബസിലോട്ട് പോകണ്ടെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഫാമിലിയിൽ ഉള്ളവരുടെ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു ഈ ജോലി കിട്ടിയത്? അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു. വീട്ടിലാരൊക്കെ ഉണ്ടെന്നാ പറഞ്ഞു? വീട്ടില് അച്ഛൻ എക്സൈസിലായിരുന്നു, റിട്ടയർഡായി. അമ്മ ഹൗസ് വൈഫാണ്. അനിയത്തി ടീച്ചറാണ്. അപ്പം വീട്ടിൽ അവരാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. സത്യം പറഞ്ഞാൽ അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിവിടെ ദിശയിൽ അക്കാഡമി വരാൻ പറ്റിയാലും പഠിക്കാൻ പറ്റിയാലും ഒരു കുറച്ച് പ്രഷർ ഇല്ലാതെ ഫ്രീ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുക എന്ന് പറയുന്ന ഒരു വലിയ കാര്യമാണ്. അപ്പം അവരുടെ വലിയൊരു സപ്പോർട്ട്. അവർക്കാണ് എന്നെക്കാട്ടി ഏറ്റവും കൂടുതൽ സന്തോഷം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ഒരു എക്സാമിന് പോകുമ്പം എന്നെക്കാട്ടി കൂടുതൽ ഇരുന്നിട്ട് അവർക്കാണ്. ഇപ്പം ഇതിൻ്റെ തന്നെ പ്രോസസ്സ് കഴിഞ്ഞിട്ട് അതിൽ DVK ആയാലും ഇതിനൊക്കെ പോകുമ്പോൾ അവരാണ് കുറച്ചുകൂടെ എന്താ എന്ന് അവർക്കാണ് കുറച്ചുകൂടെ ആകാംക്ഷയും. അപ്പം അവരാണ് ഏറ്റവും ഹാപ്പി. ഇതിൻ്റെ സ്റ്റേജുകൾ, അതായത് ഇപ്പോൾ ഒരു ലോക്കോ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരുപാട് പേര് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. ഇതിൻ്റെ സ്റ്റേജുകളൊന്ന് പറയാം, ഈ പരീക്ഷയുടെ സ്റ്റേജുകൾ. നമുക്ക് മൊത്തം 3 ടയർ പോലുണ്ട്. ഫസ്റ്റ് 2 CBT, 1 CBAT. ഫസ്റ്റ് എന്ന് പറയുമ്പം നമുക്ക് 75 മാർക്സാണ്. അതിൽ മാത്സ്, റീസണിങ്, സയൻസ്, കറണ്ട് അഫയേഴ്സ്. നോൺ ടെക്നിക്കലാണ്. പ്യൂർലി നോൺ ടെക്നിക്കലാണ്. കറണ്ട് അഫയേഴ്സും പിന്നെ കുറച്ച് സ്ട്രാറ്റജിക്ക്. അപ്പം അതിൽ ഈ മാത്സും റീസണിങ്ങും സയൻസും തന്നെ ഒരു എബോവ് 85% സിലബസാണ്. അപ്പം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ അതാണ് മാത്സ്, റീസണിങ്, സയൻസ്. പിന്നെ ഒരിക്കലും മറ്റേത് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പഠിക്കുമ്പോൾ 100 മാർക്കിന് തന്നെ നമ്മൾ പഠിക്കണം. അപ്പം എങ്കിലും കൂടുതൽ ഞാൻ പറഞ്ഞ 3 ടോപ്പിക് കവർ ചെയ്യുമ്പോൾ 85% എബോവ് നമ്മുടെ സിലബസ് ആയി. അപ്പം അതാണ്. പിന്നെ ഫസ്റ്റ് ടയറിന് 75 മാർക്സിലാണുള്ളത്. അപ്പം ഇതൊരു ക്വാളിഫയിങ് സ്റ്റേജാണ് CBT 1. രണ്ടാമത്തെ ടയർ എന്ന് പറയുമ്പോൾ നമുക്ക് 2 പാർട്ടുണ്ട്. പാർട്ട് എയും പാർട്ട് ബിയും. പാർട്ട് ബി എന്ന് പറയുന്നത് ടെക്നിക്കലാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു ടെക്നിക്കൽ സബ്ജക്റ്റ് സെലക്ട് ചെയ്യും. ആ സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റാണ് നമ്മുടെ എക്സാം. അത് പാർട്ട് ബി ക്വാളിഫയിങ് എക്സാം. നമ്മൾ ക്വാളിഫൈ ചെയ്താൽ മാത്രം മതി. നമ്മുടെ റാങ്ക് മേക്കിങ്ങിന് അത് എടുക്കത്തില്ല. പാർട്ട് ബി ആണ് സെക്കൻഡ് ടയറിലെ പാർട്ട് ബി ആണ് നമ്മുടെ ഒരു മെയിൻ ഒരു എക്സാം. അതിൻ്റെ സിലബസ് എന്ന് പറയുമ്പം മാത്സ്, റീസണിങ്, പിന്നെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ കുറച്ച് എക്സ്ട്രാ ടോപ്പിക് ഉണ്ട്. ഗ്രാഫിക്സ് വരുന്നുണ്ട്, പിന്നെ സിമ്പിൾ മെഷീൻസ്, എഞ്ചിനീയറിംഗ് സബ്ജക്റ്റുകൾ, ഡിപ്ലോമ ഒക്കെ പഠിച്ചിട്ടുള്ളവർക്കും, പിന്നെ എൻവയോൺമെന്റ്, കമ്പ്യൂട്ടർ, പിന്നെ ഫിസിക്സിന്റെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സബ്ജക്ട്സ് തന്നെ കുറച്ചുകൂടെ ഒരു പ്രോബ്ലം ലെവൽ അങ്ങനെ. അപ്പം ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ മാത്സും റീസണിങ്ങും വൃത്തിയായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് സെക്കൻഡ് ഇയറിൽ ഭയങ്കര അഡ്വാൻറ്റേജ്. പിന്നെ നമുക്ക് മറ്റേത് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ അതിൽ ജെയും പാരലായിട്ട് പഠിക്കുന്നുണ്ടെന്ന് ടെക്നിക്കൽ സബ്ജക്റ്റിൽ അത്രയും പ്രശ്നമില്ല. അല്ല, ഉണ്ടായതുകൊണ്ട് ഇത് ഒത്തിരി ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. കാരണം എക്സാം അടുപ്പിച്ചായിരുന്നു ജെയുടെ സെക്കൻഡ് ഇയറും ഇതും. അപ്പം ഫസ്റ്റ് ഇയറിലെ അത് മാത്സും റീസണിങ്ങും ഫസ്റ്റ് ഇയറിലെ നമ്മൾ വൃത്തിയായിട്ട് പഠിച്ചതുകൊണ്ട് അതിന് ഒരുപാട് സമയം സെക്കൻഡ് ഇയറിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട വന്നിട്ടില്ല. അപ്പം ഇതാണ് സെക്കൻഡ്. എക്സാം ടഫ് ആണോ ഈ 2 സെക്കൻഡ് ഇയർ എക്സാം? എക്സാം ടഫ് അല്ല, പക്ഷെ നമ്മൾ നല്ലോണം പ്രിപ്പയർ ചെയ്യാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഞാൻ നല്ലോണം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്യാതെ പോയാൽ കിട്ടാൻ പാട് തന്നെ. പാർട്ട് ബി ആയാലും അത് ക്വാളിഫയിങ് ആയാലും അത് ക്വാളിഫൈ ആവാതെ പോയ ഒരുപാട് പേരുണ്ട്. പാർട്ട് എയിൽ നല്ല മാർക്ക് കിട്ടിയിട്ട് പാർട്ട് ബി ക്വാളിഫൈ ആവാതെ പോയ കുറച്ച് പേരുണ്ട്. അപ്പം എല്ലാം നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ പഠിക്കണം. തേർഡ് സ്റ്റേജ് വരുന്നത് സൈക്കോമെട്രി ആണ്. അതൊന്ന് പറഞ്ഞാൽ എന്തോന്ന്? അത് സൈക്കോമെട്രി നമ്മുടെ മെമ്മറി, ഫോക്കസ്, ഒബ്സർവേഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് മെമ്മറി. അത് നമ്മൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. കുറച്ച് വീഡിയോസ് നമ്മൾ കണ്ടിട്ട് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്. കുറച്ച് വീഡിയോസ് കണ്ടിട്ട് അതിൻ്റെ ടെസ്റ്റ് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് സൈക്കോമെട്രി ടെസ്റ്റിൻ്റെ ഒരു ഇത്. അതും അതിൻ്റെ ഒരു നമുക്കത് ഒരുപാട് മാർക്ക് അതിനകത്ത് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തില്ല. എന്നാൽ അപ്പോൾ ഫോക്കസ്, ഒബ്സർവേഷൻ അതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സൈക്കോമെട്രി ടെസ്റ്റ്. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു മെയിൻ ഇത്. അതിനായിട്ട് തന്നെ ഒരു ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൺലൈൻ ടെസ്റ്റ് സീരീസ് ആണ്. അത് ലാബിലിരുന്ന് പ്രാക്ടീസ് ചെയ്തു. അതായിരുന്നു ഒരു സെക്കൻഡ് ഇയർ കഴിഞ്ഞപ്പോൾ തൊട്ട് തന്നെ അതിൻ്റെ പ്രാക്ടീസ് സെക്ഷൻസ്. വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ തന്നെയാണ് ALPയുടെ എക്സാം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഫോക്കസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന എക്സാം ആണ്. അത് ALP ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് കൃത്യമായിട്ട് പറഞ്ഞു തന്നത്. നിങ്ങൾ നോൺ ടെക്നിക്കൽ പാർട്ടുണ്ട്,
ചെറിയൊരു ടെക്നിക്കൽ പാർട്ടേ ഉള്ളൂ. നമ്മൾ RRB JEE ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് വരുന്ന പോലെ ഒരു ഹെവി ടെക്നിക്കൽ പാർട്ടൊന്നും നമുക്കില്ല. നിങ്ങൾ നന്നായിട്ട് മാത്സ് റീസണിങ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജിനും സെക്കൻഡ് സ്റ്റേജിനും ഒരുപോലെ ഗുണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അതിന്റെ സ്പീഡൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വരുന്നത് നമ്മുടെ ടെക്നിക്കലായിട്ടുള്ള പാർട്ട് ബിയിൽ വരുന്ന പോർഷൻസും അതുപോലെ തന്നെ സൈക്കോമെട്രി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് വൃത്തിയായി പഠിക്കണം എന്നുള്ളത് തന്നെയാണ് ഹരിശങ്കറിന്റെ ഒരു സെഷനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട്. നല്ലോണം നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. അതിന്റെ എന്ന് വെച്ചാൽ കുറച്ച് പേരായിരിക്കും എഴുതുന്നത്, അതിൽ എന്തായാലും കുറച്ച് പേര് ഡിസ്ക്വാളിഫൈ ആവും. അത് ടെസ്റ്റിന്റെ ഒരു രീതി അങ്ങനെ ഒരു പകുതി താഴെ ആൾക്കാർ ഡിസ്ക്വാളിഫൈ ആവുന്ന ഒരു ടെസ്റ്റാ സൈക്കോമെട്രി ടെസ്റ്റ്. അത് ആയിരിക്കുമല്ലോ അവര് സെലക്ഷൻ ചെയ്യുന്നത് ആ ഒരു ക്വാളിറ്റി ഉള്ള ആളുകൾ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും. അതിന്റെ ഒരു സിസ്റ്റം അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന എക്സാമിന്റെ ആവറേജ്, എല്ലാവരുടെ ആവറേജ് വെച്ചിട്ടാണ് എന്തോ അതിന്റെ ഒരു കാൽക്കുലേറ്റിംഗ് മെത്തേഡ് ഉണ്ട്, T സ്കോർ എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ ഇത്ര എബോ ആണെങ്കിലാണ് നമ്മൾ പാസ്. അപ്പം അത് വർക്ക് ചെയ്യുന്ന തന്നെ ആ എക്സാം എഴുതുന്നവരുടെ ആവറേജ് ബേസ് ചെയ്താ. അപ്പൊ എങ്ങനെയായാലും ഒരു നല്ല ശതമാനം ആൾക്കാർ അതിനകത്ത് ഫെയിൽ ആവും. നമ്മൾ ആ എഴുതുന്നവരെക്കാട്ടി എത്ര മികച്ചു നിൽക്കുന്നോ അത്രയും നമുക്ക് മാർക്ക് കൂടുതൽ സ്കോർ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ റാങ്ക് മേക്കിംഗ് ആണ്. എന്ന് വെച്ചാൽ അതിന്റെ മാർക്കും പാർട്ടിയുടെ മാർക്കോടാണ് നമ്മുടെ ഫൈനൽ ലിസ്റ്റ് വരുന്നത്. അപ്പൊ അത്ര ഇമ്പോർട്ടൻസോടെ തന്നെ ലോക്കോ പൈലറ്റ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന, ഇഷ്ടപ്പെട്ട് കാത്തിരിക്കുന്ന ജോലിയൊക്കെയാണ്. ഒരുപാട് പേര് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, അക്കാഡമി വരും എനിക്കൊരു ലോക്കോ പൈലറ്റ് ആവണം സാർ എന്നൊക്കെ പറഞ്ഞു വരുന്നവരാണ്. അപ്പൊ അതൊരു വലിയ ഒരു ഇൻഫർമേഷൻ ആണ്. അടുത്ത എനിക്ക് ചോദ്യമുള്ളത്, കുറെ പേര് ഈ സോൺ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ചോദിക്കാറുണ്ട്. അപ്പൊ ഈ സോൺ സെലക്ഷന് ഇപ്പം ഏത് സോൺ ആയിരുന്നു കിട്ടിയത്? ബാംഗ്ലൂർ സോൺ കിട്ടിയത്. അപ്പൊ സോൺ സെലക്ഷനുമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് പറയാം. അതെ, സോൺ സെലക്ഷൻ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം പല സോണിനും പല കട്ട് ഓഫ് ആയിരിക്കും. അപ്പം നമ്മൾ ഒരു പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒക്കെ അനലൈസ് ചെയ്ത് അവർ വേക്കൻസി അനലൈസ് ചെയ്ത് കുറച്ച് അതിന് ടൈം സ്പെൻഡ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ നമുക്ക് 100% ഒന്നും പറയാൻ പറ്റത്തില്ല, മറിഞ്ഞിരിക്കും. കുറവായിരുന്നു. അപ്പം മറ്റ് വേക്കൻസി കുറവ് കണ്ടിട്ട് നമ്മൾ വേറെ സോൺ അപ്ലൈ ചെയ്യുമ്പോൾ അതെ തിരുവനന്തപുരത്ത് വേക്കൻസി കുറവായിരുന്നു ഈ വട്ടം. പക്ഷേ ഈ വട്ടം കട്ട് ഓഫ് വന്നപ്പം ഏറ്റവും കുറവ് കട്ട് ഓഫ് തിരുവനന്തപുരം സോണിലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കാരണം ബാംഗ്ലൂർ ഇപ്പൊ വെച്ച കുറെ പേര് ചിലപ്പോൾ നല്ല മാർക്ക് ഉണ്ടായിട്ട് കിട്ടാതിരിക്കുന്നവർ കാണും. അപ്പൊ അവര് ചിലപ്പോൾ ഇപ്പൊ ആലോചിക്കുന്നുണ്ടായിരിക്കും വേണമെങ്കിൽ സോൺ മാറ്റിയായിരുന്നു, ചിലപ്പോൾ ചാൻസ് ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നു. അവർക്ക് ജോലി കിട്ടാൻ ഒരു പ്രോബബിലിറ്റി ഉണ്ടായിരുന്നു. അപ്പം സോൺ സെലക്ഷൻ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഓക്കെ, അപ്പൊ അതും ഇതിനകത്ത് ബന്ധപ്പെടും. അപ്പം നമ്മുടെ ഈ പറയുന്ന എക്സാം, അതുമായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സോൺ സെലക്ഷൻ, ഇതൊക്കെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ലോക്കോ പൈലറ്റ് ആവാനായിട്ട് ശ്രമിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി റെയിൽവേ ജോലി എന്ന് പറയുമ്പോൾ അതിന് ഒരുപാട് അലവൻസസ് ഒക്കെ ഉള്ളൊരു ഓപ്ഷനാണ്. ഇപ്പൊ റണ്ണിങ് അലവൻസ് ഒക്കെ കിട്ടുന്നതാണ് ഒരു ലോക്കോ പൈലറ്റ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? സാലറി മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ സത്യം പറഞ്ഞാൽ സാലറി ചിന്തിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഇതിൽ കയറുമ്പോൾ നമ്മൾ നോക്കുമല്ലേ എന്താണ് നമ്മൾ സാലറി എന്നൊക്കെ ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ശേഷമാണ് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അതുവരെ ആ സാലറിയെ കുറിച്ചൊന്നും. ഒരു വലിയ സാധനം ഓടിക്കാനായിട്ട് പോവാ, ട്രെയിൻ ഓടിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് കുഞ്ഞുനാളിലൊക്കെ ട്രെയിൻ ഓടിക്കുന്നത് അതിൽ നിന്ന് മാറി ഒരു യഥാർത്ഥമായ ട്രെയിൻ ഓടിക്കാനായിട്ട് പോവാ. അപ്പൊ അതിന്റെ ടെൻഷനോ മറ്റു കാര്യങ്ങളോ വല്ലതും ഉണ്ടോ? ഇല്ല, ടെൻഷനൊന്നും ഇല്ല, എക്സൈറ്റ്മെന്റ് ഉണ്ട്. അതാണ് ചോദിച്ചത്. അപ്പൊ അതൊരു വലിയ കാര്യമല്ലേ ഇത് നമ്മൾ ആഗ്രഹിച്ച. അപ്പൊ ഈ പൈലറ്റ് ആവുന്നത് ഇഷ്ടം തന്നെയായിരുന്നല്ലോ, ഇഷ്ടം തന്നെയായിരുന്നു. അപ്പൊ അത് വീട്ടുകാർക്കും സന്തോഷമാണോ ഈ പൈലറ്റ് ആവുക എന്നുള്ളത്? അതെ, വീട്ടുകാർക്ക് എന്റെ സന്തോഷമാണ്. അവർക്ക് എനിക്ക് സപ്പോർട്ടായിരുന്നു. ഞാൻ എന്ത് ഡിസിഷൻ എടുക്കുന്നു അതിനെ അവർ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അവർ ചെയ്തത്. ഓക്കെ, അപ്പൊ ഒരു ലോക്കോ പൈലറ്റ് ആവുമ്പം ഈ പറഞ്ഞതുപോലെ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. സാലറി ബേസ് ഒക്കെ, റണ്ണിങ് അലവൻസ് ഒക്കെ കിട്ടുന്ന നല്ല ഒരു പോസ്റ്റാണ്. പക്ഷേ പലപ്പോഴും വർക്ക് ബേസ്ഡ് ആയിട്ട് ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഒത്തിരി ജോലി സമയം കൂടുതലുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ വല്ലതും ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് ഏതെങ്കിലും രീതിയിൽ അഫക്ട് ചെയ്യുന്ന വല്ലതും ചിന്തിച്ചിട്ടുണ്ടോ? ബാംഗ്ലൂർ സോൺ ഒക്കെ ആയതുകൊണ്ട് ചോദിക്കാം. അങ്ങനെ പറയുന്നത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത്. പിന്നെ ഇപ്പൊ ഇത്രയും ഒരു ന്യൂ ജോയിനീസ് വരുമ്പം ആളില്ലാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ എക്സ്ട്രാ ടൈം ഓടിക്കേണ്ടി വരുന്നത്. ഇത്രയും ജോയിനീസ് വരുമ്പോൾ ഒരു ആ സമയത്തിനൊക്കെ ഒരു അഡ്ജസ്റ്റ് ആവുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ബാംഗ്ലൂർ സോൺ ആയതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ അത് ഇൻട്രസ്റ്റ് ആണോ? ഒരു സ്ഥലം മാറി ഒന്ന് നിൽക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അതന്നെ നമുക്ക് എന്തായാലും ഒരു ജോലി എന്നുള്ളതായിരുന്നു മെയിൻ. ഇത് സ്ഥലം നോക്കിയിട്ടില്ല, ഫസ്റ്റ് ഒരു ജോലി എന്നുള്ളത്. പിന്നെ നമുക്ക് വേറൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാം. ബാംഗ്ലൂർ നല്ല സ്ഥലം. ബിടെക് കാലഘട്ടമൊക്കെ ഒന്ന് പറയാം. ബിടെക് ഏത് ഇയറിലാണ് പഠിച്ചത്? ബിടെക് ഞാൻ 2015 പാസ് ഔട്ട്. 2015 പാസ് ഔട്ട്. ഏത് സ്ട്രീമാണ് പഠിച്ചത്? മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു. അപ്പം നമ്മുടെ സ്ട്രീമുമായി ബന്ധപ്പെട്ട ഒരു ജോലി ആയാലോട്ടാണ് കയറാൻ പോകുന്നത്. അതും ഒരു സന്തോഷം അല്ലേ? ജൂനിയർ എഞ്ചിനീയറും ALPയും ഒക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ പഠിച്ച ടെക്നിക്കൽ. അതെ, നമ്മളത് പഠിച്ചുകൊണ്ടാണല്ലോ നമ്മൾ ഈ എക്സാമിന് അപ്ലൈ ചെയ്യാൻ പറ്റിയത്. അതങ്ങനെ അതൊരു വലിയ കാര്യമാണ്. കാരണം ബിടെക്കാർക്കും ഡിപ്ലോമക്കാർക്കും ഈ റെയിൽവേയുടെ സൈഡിൽ നിന്ന് വരുന്ന ടെക്നിക്കൽ എക്സാംസ് അല്ലേ, JEE ALPയും ടെക്നീഷ്യൻ പരീക്ഷകൾ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രീമിൽ തന്നെ കയറാൻ പറ്റി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് അല്ലേ? അതെ. അപ്പൊ അതൊക്കെ ചിന്തിച്ചിട്ടോടൊക്കെ തന്നെയാണോ കൊടുത്തത്? അതെ, റെയിൽവേ സെലക്ട് ചെയ്തത്?
കാരണം SSC നോക്കുന്നുണ്ടായിരുന്നോ? SSC നോക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇതിന് അപ്ലൈ ചെയ്ത ശേഷം പിന്നെ നോക്കിയിട്ടില്ല. കൂടുതലും ഈ ഒരു പോസ്റ്റിലേക്ക് തന്നെയാണ് എത്തിയത്. ഓക്കെ. അപ്പോൾ ഈ ഏതൊക്കെ ടെക്സ്റ്റ് ബുക്കുകൾ അങ്ങനെ വല്ലതും പഠിച്ച് ഈ സ്പെഷ്യലൈസ് ചെയ്ത് ടെക്സ്റ്റ് ബുക്കുകൾ വല്ലതും വെച്ച് പഠിച്ചു? അപ്പം നമ്മുടെ വീഡിയോയിലൊക്കെ താഴെ ആളുകൾ ഒന്ന് ചോദിക്കും, സാർ ഏത് ടെക്സ്റ്റ് വെച്ചാൽ പഠിച്ചതെന്നൊന്ന് ചോദിക്കാമായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ആ ഒരു പഠിക്കാനായിട്ട് ഉപയോഗിച്ച മെറ്റീരിയൽസ് എന്നൊക്കെ. അപ്പോൾ അതൊന്ന് പറയാമോ? തിയറിക്ക് വേണ്ടി ഞാൻ അങ്ങനെ ഒരുപാട് ടെസ്റ്റ് ഒന്നും റെഫർ ചെയ്തിട്ടില്ല. ക്ലാസ്സിലെ ഞാൻ പറഞ്ഞ പോലെ ക്ലാസ്സിൻ്റെ നോട്ട്സ്, സയൻസ് ആയാലും അതാണ് തിയറി. പിന്നെ നമുക്ക് അല്ലാതെ തിയറി നോട്ട്സ് കളക്ട് ചെയ്യാൻ പറ്റുന്നിടത്തു നിന്നൊക്കെ കളക്ട് ചെയ്ത് തിയറിക്ക് വേണ്ടി പഠിച്ചത് അങ്ങനത്തെ ഇത് ടെസ്റ്റ്. ഹരിശങ്കർ പറയുന്ന ഒരു 6 മാസം എന്തായാലും ചിട്ടയായിട്ട് സിലബസ് കവർ ചെയ്ത് പഠിക്കണം. അതെ, നമ്മൾ ALPക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മൾ ഏത് എക്സാം ആയാലും ബേസ് നല്ല രീതിക്ക് ശരിയാക്കിയതിന് ശേഷം അതിൽ നിന്ന് നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഈ കുറേ പേര് ഈ വെളിയിൽ നിൽക്കുന്നവരെ എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നറിയാൻ മേലാത്തവരുണ്ട്. അപ്പോൾ അതിനൊരു ഫസ്റ്റ് ഒരു ഗൈഡ് ലൈൻ സിലബസ് കവറിങ്ങിൽ നടത്തണം. അത് കഴിഞ്ഞിട്ടാണ് എന്തായാലും നമ്മൾ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഏത് എക്സാമാണ് എഴുതാൻ പോകുന്നത്, ഒരു സിലബസിൻ്റെ ഫുൾ നോളജ് നമുക്ക് വേണം. ഇപ്പം നമുക്കേ നമ്മളെ അറിയത്തുള്ളൂ, നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് ഏതാണെന്ന് നമുക്കായിരിക്കും ഏറ്റവും നല്ലോണം അറിയാം. അപ്പോൾ നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് കുറച്ച് നല്ലോണം ഉള്ള സിലബസ് ഏതുള്ള എക്സാം ഏതാണോ അത് നോക്കി അതിന് ഫോക്കസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ സർവീസിലെ ടെസ്റ്റ് YCTയുടെ ടെസ്റ്റുകൾ റെഫർ ചെയ്തിട്ടുണ്ട്. YCT പബ്ലിക്കേഷൻസിന്റെ അതിന്റെ റെയിൽവേയുടെ ഒരു മെയിൻ അവർ തന്നെയാണല്ലോ. മാത്സും പ്രീവിയസ് ഇയർ വർക്കൗട്ട് ചെയ്ത മൊത്തം അതിൽ നിന്നാണ്. സയൻസിന്റെ അതിനകത്ത് എല്ലാ പ്രീവിയസ് ഇയർ മൊത്തം ചെയ്തിട്ടുണ്ട്. YCT പബ്ലിക്കേഷൻസിന്റെ ടെസ്റ്റ് റെഫർ ചെയ്തിട്ടുണ്ട്. അത് തീരെ പഠിക്കാനല്ല, നമ്മൾ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ, പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഗോഡ് ഫാദർ പബ്ലിക്കേഷൻസിന്റെ ഒരു ടെസ്റ്റ്. അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു? അത് സയൻസ് സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓക്കെ. അപ്പൊ അതൊക്കെയാണ് ടെക്സ്റ്റ് ബുക്കുകൾ പഠിച്ചത്. പിന്നെ നീ പറഞ്ഞ പോലെ ഈ പ്രോസസ്സിലൂടെ ഇവോൾവ് ആയി വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇപ്പൊ അല്ലെങ്കിൽ എല്ലാം ഒരു ഫ്ലോയിൽ പോയതുപോലാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ആ സമയത്ത് നല്ലോണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് കടന്നു വരാനായിട്ട്, അതായത് ഒരു റെയിൽവേ ലോക്കോ പൈലറ്റ് ആവാനായിട്ട് ആഗ്രഹിക്കുന്നവരോട്, ഹരിശങ്കർ കടന്നുപോയ വഴിയിൽ പോസിറ്റീവും പല കാര്യങ്ങളും നെഗറ്റീവുമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇതിങ്ങനെ ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നൊക്കെ ചില തോന്നലുകളൊക്കെ വന്നിട്ടുണ്ടാവും, അവരോട് എന്താണ് പറയാനുള്ളത്? അതൊന്ന് പറയാം. നമുക്ക് പഠിച്ചു കഴിഞ്ഞാൽ നല്ലോണം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ALP. നല്ലോണം പഠിക്കണം, നമ്മൾ അതിനുവേണ്ടി ശ്രമിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം എന്ന് മാത്രം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഫോക്കസ് ചെയ്ത് നമ്മൾ ആ എക്സാമിന് വേണ്ടി പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാമാണ് ALP. അപ്പോൾ എല്ലാവരും പാഷൻ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ഹാർഡ് വർക്ക് ചെയ്താൽ മതി. അത് ALP എന്നല്ല, എനിക്ക് തോന്നുന്നു ഏത് എക്സാം ആണെങ്കിലും നമ്മൾ അതിനു വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ലക്ക് ഫാക്ടറോടെ വേണം. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത ആ ഒരു ലക്ക് ഫാക്ടർ എന്നാലും നമുക്കത് ഒരു ടൈമിൽ അത് വരും. ആ ഒരു ടൈമിൽ നമുക്ക് ജോലി ആഗ്രഹിച്ച ഒരു കാര്യമല്ലേ, അപ്പൊ അത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്യണം. നമ്മൾ അതിനുവേണ്ടി വർക്ക് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത ഒരു എന്തായാലും നമുക്ക് ആ ലക്ക് ഫാക്ടറും വരും, ആ ജോലിയും നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. അത് ഏത് എക്സാം ആയാലും പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പ്രഷർ ഇല്ലാത്ത ഒരു എൻവയോൺമെന്റ് ഉണ്ടാക്കിയെടുത്ത് നിങ്ങൾ ആ മൊമെന്റ് എല്ലാം എൻജോയ് ചെയ്തില്ലേ? നമ്മുടെ ഓണപരിപാടികൾ, തീർച്ചയായിട്ടും നമ്മുടെ ടൂർ, ഇതെല്ലാം നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? അപ്പൊ ഒരിക്കലും ഒരു പഠിക്കുന്നതിന്റെ പ്രഷർ ഇല്ലാതെ തന്നെ പഠിച്ചു. അതെ, വർക്ക് ചെയ്തു. അതെ, ഞാൻ പറഞ്ഞു, ഇപ്പൊ ആലോചിക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്തെന്നൊരു തോന്നൽ ഇപ്പൊ ഇല്ല, പക്ഷെ നല്ലോണം വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അറിയാതെ പോയത് ഈ ഫ്രണ്ട്സുമായിട്ടുള്ള മൊമെന്റ്സും. ഇപ്പം നമ്മൾ ഒരു 80% പഠിക്കുകയാണെങ്കിൽ വരാൻ തോന്നിയ ഒരു തോന്നൽ. അതെ, തീർച്ചയായിട്ടും. സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയി ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. വീട്ടിൽ പോയി ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യുമായിരുന്നു ഇന്നും. അതാണ് ചെയ്തോണ്ടിരുന്നത് തന്നെ, രാവിലെ തൊട്ട് വൈകിട്ട് വരെ. പിന്നെ വീട്ടിൽ പോയി റിലാക്സ് ചെയ്യുക, ഒരു മോക്ക് ചെയ്യുക, റിലാക്സ് ആയിട്ട്, അതാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ എക്സാം അടുപ്പിച്ച സമയത്താണ് പിന്നെ വീട്ടിൽ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തത്. ഫ്രണ്ട്സ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് നല്ല മൊമെന്റ്സ് ഉണ്ടാക്കുക, അതും ഫാക്ടറാണല്ലോ. നമുക്കിപ്പോൾ ഫുൾ ടൈം ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്കൊരു മൈൻഡിനൊരു മടുപ്പ് വരും. അപ്പം നമ്മളെല്ലാവരും ഒരിക്കും 80% പഠിക്കുകയാണെങ്കിൽ ബാക്കി 20% ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഫൺ കാര്യങ്ങൾ സംസാരിക്കുമായിരിക്കും. പിന്നെ ഞങ്ങൾ നൈറ്റൊക്കെ ഇരിക്കുന്ന സമയത്ത് വെളിയിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വന്നിരുന്ന് വീണ്ടും പഠിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ബ്രേക്സ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഹോബീസ് ഒക്കെ ഉണ്ടോ? എന്തെങ്കിലും മ്യൂസിക്കോ അല്ലെങ്കിൽ സ്പോർട്സോ അങ്ങനെ വല്ല പരിപാടികളുണ്ടോ? ചെറുതായിട്ട് പാട്ടൊക്കെ പാടും. ഓക്കെ, പാട്ട് പാടുന്ന ആളാണ്. പിന്നെ അപ്പം മ്യൂസിക് ഇഷ്ടമുള്ള ആളാണ്? മ്യൂസിക് ഇഷ്ടമാണ്. ഓക്കെ. എനിവേ, അപ്പൊ അതാണൊരു എന്റർടൈൻമെന്റ് സൈഡ് എന്ന് പറഞ്ഞാൽ. അതെ, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ പാട്ടൊക്കെ പാടാറുണ്ടോ? വൈകിട്ട് ഉണ്ടായിരുന്നു. ഹരിയാണ് അവരെല്ലാം കൂടെ പാടിപ്പിക്കുന്നത്. അതെ, സ്ഥിരം പാട്ടുകാരനാണ്. സ്ഥിരം ഒരു പാട്ടേ ഉള്ളൂ. ഹരി അറിയാവുന്ന ഒരു പാട്ട്, അത് എന്തേന്നും വന്നില്ലെന്ന് പറഞ്ഞിട്ട് എന്തേ ഇന്നും വന്നില്ല, എന്നോടൊന്നും ചൊല്ലില്ല,
അനുരാഗം മീട്ടും ഗന്ധർവൻ നീ സ്വപ്നം കാണും ആകാശത്തോപ്പിൻ കിന്നരൻ, ആകാശത്തോപ്പിൻ കിന്നരൻ. മണിവള തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്, മണിവള തിളങ്ങണ കയ്യാലെ വിരൽ ഞൊട്ടി വിളിക്കണതാരാണ്, നിറതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണ്, നിറതിങ്കളുദിക്കണ മുകിലോരം മുരശൊലി മുഴക്കണതാരാണോ, വിളക്കിൻ്റെ നാളം പോലെ നീ പൊൻതൂവൽ വീശും മാറ്റേറും മഴപ്രാവേ, ഓ കളിയാടി പാടാൻ നേരമാ. നമുക്ക് പാട്ടുകാരനായ ഒരു ലോക്കപ്പൈലിനെ കൂടെ കിട്ടി. അപ്പൊ ട്രെയിനിൽ പാട്ടൊക്കെ കേട്ടു ഞാൻ പഠിച്ചത് പറഞ്ഞോണ്ടല്ല, ഇപ്പൊ ഒരു പാട്ടേ ഉള്ളൂ, അത് സ്ഥിരമായി നമ്മൾ ഫ്രണ്ട്സിന്റെ ഇടയ്ക്ക് മാത്രം. ഞാനിതുവരെ കേട്ടിട്ടില്ലല്ലോ, ഞാനവിടെ വന്നിരുന്ന് കേട്ടില്ല. അപ്പൊ എനിക്കൊന്ന് കേൾക്കണം, എന്തായാലും നീ പോവല്ലേ, അപ്പൊ അതൊന്ന് കേട്ട് ഫ്രണ്ട്സിന്റെ ഇടയിൽ മാത്രമേ, ഫ്രണ്ട്സിന്റെ ഇടയിൽ മാത്രം വരുന്ന പാട്ട്. ഇനി ലൈഫിൽ അടുത്ത മൊമെന്റിലോട്ടൊക്കെ പോവുകയാണ്, കല്യാണമൊക്കെ കഴിക്കണം ഇതിനൊക്കെ ശേഷം. അങ്ങനെ വല്ല പ്ലാൻ ഉണ്ടോ? ഇല്ല, ഇപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തിട്ടില്ല. ഓക്കെ, എന്തായാലും ലൈഫിൽ എല്ലാവിധ സക്സസും ഉണ്ടാവട്ടെ. ഹരിശങ്കറിന്റെ ഈ ഒരു വീഡിയോ ആക്ച്വലി ഈ എക്സാം അല്ലെങ്കിൽ റെയിൽവേയിൽ ലോക്കോ പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് നല്ല ഒരു ഗൈഡ് ലൈൻ കിട്ടുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ ജീവിതത്തിൽ എല്ലാ സക്സസുകളും ഉണ്ടാവട്ടെ. ഓക്കെ, താങ്ക് യു.